മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു. നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ സമ്പത്ത്. കർഷകർ ധാരാളം സംസാരിക്കാം. ഒരു പക്ഷേ കൃഷിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട് പാടത്ത് നമ്മൾ നല്ല നെൽവിളവോ മറ്റോ ഉണ്ടാക്കിയിട്ട് അതിന് വരമ്പ് കെട്ടി തിരിച്ച് കൃത്യമായി അതിലേക്ക് വെള്ളം തിരിച്ചു വിടും. എന്നാൽ കർഷകന് കൃഷി അറിയുമ്പോൾ അയാൾക്കറിയാം, അതിന് ചെറിയൊരു ഓവ് വെച്ച് കൊടുത്തില്ലെങ്കിൽ, ആ ഓവിലൂടെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം അല്പാൽപമായി പുറത്തേക്ക് പോയില്ലെങ്കിൽ കെട്ട് മുഴുവൻ പൊട്ടി തകർന്ന് തരിപ്പണം. അതിലുള്ള വളവും അതിന്റെ ഫലഭൂയിഷ്ടമായ ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഇല്ലെങ്കിൽ ആ ഫലഭൂയിഷ്ട ഭാഗമേ നിന്ന് മുകൾ ഭാഗം അല്പം മഹ്മൂദ് ഖാഖിരി എന്ന പ്രഗത്ഭനായ ചിന്തകൻ ഫിലോസഫി സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതർഷികളൊക്കെ പണ്ടേ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, റസാനത്ത് എന്ന് പറയും. അത് ഓതി പഠിച്ച പണ്ഡിതന്മാർ സദസ്സിലും വേദിയിലും ഒക്കെ ഒരു പക്ഷേ അതിൽ ബഹുമാനപ്പെട്ടവർ ഒരുപാട് കാര്യം പറഞ്ഞ കൂട്ടത്തിൽ വൃത്തിയായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമ്പന്നനായ മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ ഒഴുക്ക് പാവങ്ങളിലേക്ക് ഇല്ലെങ്കിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകം നോക്കുന്നത് അതൊരു ഫിലോസഫിയാണ്. ആ ഫിലോസഫിയിൽ അദ്ദേഹം ആദ്യം സിദ്ധാന്തിക്കുന്ന വചനം എന്താണ്? ലൗലം ഒരു മനുഷ്യന്റെ ഐശ്വര്യത്തിന് ഇല്ലാതെ പോയാൽ, ശരിയായ ഒഴുക്കില്ലാതെ പോയാൽ, നമുക്ക് നല്ല സമ്പത്തുണ്ട്, പക്ഷെ ഒഴുക്കില്ല, ആർക്കൊന്നും കൊടുക്കൂല. അയാൾ അത് കെട്ടിപ്പൂട്ടി ഭദ്രമാക്കി വെക്കും, ഒരു നയാ പൈസ ഒന്നിനും കൊടുക്കൂല. പാവങ്ങളിലേക്ക് അവന്റെ സമ്പത്തിൽ നിന്ന് ചെറിയൊരു നീരൊഴുക്കെങ്കിലും ഇല്ലെങ്കിൽ അയാളുടെ നിഴമത്ത് ഒരിക്കലും നിലനിൽക്കില്ല. അയാളുടെ നിഴമത്ത് നിലനിൽക്കില്ല, തകർന്നു പോകും. എന്തേ കാരണം? അയാളുടെ സമ്പത്ത് കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരമില്ലാത്ത സമ്പത്തായി പടച്ചറപ്പിൽ അത് മാറ്റാൻ കഴിയുമാണ്. അല്ലാഹുവാണ് കൊടുത്തത്. അവിടെയാണ് പറയുന്നത് നിങ്ങളൊരു പാടവരമ്പ് ഇങ്ങനെ കെട്ടിണ്ടാക്കിയിട്ട് വെള്ളം കെട്ടി നിർത്തിയാൽ ഒരു ചെറിയ ദ്വാരം ഇട്ട് കൊടുക്കാതിരുന്നാൽ ആ കെട്ടു നിൽക്കൂല, നിങ്ങളെ വെള്ളം വെട്ടൂല, ഒക്കെ പൊട്ടി. അതുകൊണ്ട് സകല പൊട്ടി തകരും. നമ്മൾ തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ പുണ്യത്തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യം കൊണ്ടാണ് ലോകം തന്നെ നിലനിൽക്കുന്നത്. 5 കാര്യങ്ങളാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ഒരു കെട്ടിടത്തെ 4 തൂണുകൾ താങ്ങി നിർത്തും പോലെ ലോകത്തെ താങ്ങി നിർത്തുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, നാലെണ്ണം എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് 5 പറഞ്ഞിട്ടുണ്ട്. വ്യാപകമായി പറഞ്ഞ 4 കാര്യങ്ങളാണ് 4 തൂണ് പോലെ. ഏതാണ് 4 തൂണ്? അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, ഒരു ഹദീസ് അങ്ങനെ 4 തൂണുകൾ കൊണ്ടാണ് ലോകത്തെ പടച്ചറപ്പ് നിലനിർത്തുന്നത്, താങ്ങി നിർത്തുന്നത്. ആ 4 സ്തംഭങ്ങൾ ഒന്നെന്താണ്? ഒന്നാമതായി പറയുന്നത് അറിവുള്ളവന്റെ അറിവ്. പണ്ഡിത സാന്നിധ്യം നമുക്ക് ദീൻ പറഞ്ഞു തരാൻ ആള് വേണം. അപ്പോഴേ നമുക്ക് എങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്ന പാഠം കിട്ടും. അപ്പോഴേ ലോകം നിലനിൽക്കും. ഇസ്ലാമിക ബോധത്തോട് കൂടി ഒരു തലമുറ ലോകത്ത് നിലനിൽക്കാത്ത പക്ഷം ലോകം തകർന്നു പോകും. രണ്ടാമത് പറഞ്ഞത് ഉമറാണ്. നാട്ടുനായകന്മാർ നീതിപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുക. ഉലമാക്കളോടൊപ്പം ഉമറാക്കൾ നിന്നുകൊണ്ട് ഉമറാക്കളും ഉലമാക്കളും ചേർച്ച് നിൽക്കുക എന്നർത്ഥം. അദ്ലുൽ ഉമറാ നീതി കാണിക്കണം. രാജ്യത്തെ മാന്യന്മാരായ ആളുകൾ നീതിപൂർവ്വം കാര്യങ്ങളാണ് കൈകാര്യം. നാട്ടുനായകന്മാർ നീതി പുലർത്തണം. അവർ അനീതി ചെയ്താൽ ലോകം നിലനിൽക്കില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് സമ്പത്തുള്ളവന്റെ ഔദാര്യം. പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ, വീടില്ലാത്തവന് വീടുണ്ടാക്കാൻ അല്പം ഔദാര്യം നമ്മൾ കൊടുക്കേണ്ടി വരും. അല്പം സമ്പത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ സമ്പത്ത് നമ്മൾ കൊടുക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു ബാധ്യതയായിട്ടാണ് പൂർവ്വകാല മഹത്തുക്കൾ ഏറ്റെടുത്തിരുന്നത്. വളരെ മനോഹരമല്ലേ നമ്മുടെ പൂർവ്വകാല സംവിധാനം? ഒന്ന് പഠിച്ചു നോക്കുക. ആ പൂർവ്വകാല സംവിധാനം അനുസരിച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച 4ാമത്തെ കാര്യം എന്താണ്? പാവപ്പെട്ടവന്റെ പ്രാർത്ഥന. സാധുക്കൾ പ്രാർത്ഥിക്കും, അവന് വല്ല സഹായം കിട്ടും. ആ പ്രാർത്ഥന കൊണ്ടാണ് സമ്പന്നന്റെ സമ്പത്ത് പോലും നിലനിൽക്കുന്നത്. പാവപ്പെട്ടവന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ സമ്പന്നൻ നശിച്ചു പോകുമായിരുന്നു. നോക്കണം നിങ്ങൾ, പാവപ്പെട്ടവന്റെ ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ സമ്പന്നൻ ഉണ്ടാകുമായിരുന്നില്ല.
ആ സമ്പത്ത് പോലും നിലനിർത്താൻ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന ഒരു വലിയ ഉപകാരമാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനയും പാവപ്പെട്ടവന്റെ സാന്നിധ്യവും ഒക്കെ കൂടുമ്പോ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നിലനിൽപ്പുണ്ടാകുന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത്. ഒരു ചെറിയ സഹായം ഒരു മനുഷ്യന് നമ്മൾ നൽകുമ്പോൾ, ഒരു കൊച്ചു സഹായം നമ്മൾ നൽകുമ്പോൾ അതിന്റെ പ്രത്യേകത എത്ര? നിങ്ങൾ ഒരു ചെറിയ 1000 രൂപ ചെറുതൊന്നുമല്ല, എത്ര ചെറിയത് നൽകിയാലും അതിന് വലിയ ബറക്കത്തുണ്ട്. ഹയാത്തുൽ ഹയവാൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഇസ്ലാമിക് ലൈബ്രറിയിൽ പോയാൽ കിട്ടും, പുസ്തകങ്ങളിൽ കിട്ടും ഹയാത്തുൽ ഹയവാൻ. നല്ല ചരിത്ര സംഭവങ്ങളും വസ്തുതകളും മനസ്സിൽ തട്ടുന്ന വിധം സമൂഹത്തെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. പണ്ഡിത സാന്നിധ്യമുണ്ട് ഇവിടെ, ചോദിച്ചാൽ പലർക്കും അറിയാം. അതിന്റെ ഒരു ഓൾയത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഞാൻ ഇതിനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ഒരു തെമ്മാടിയായ മനുഷ്യൻ ജീവിച്ചിരുന്ന കഥ പറയുന്നുണ്ട്. സ്വാലിഹിന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായി. അയാൾ തനിച്ച തെമ്മാടിയെ, വളരെ വൃത്തികെട്ടവനായിരുന്നു. എല്ലാ തരത്തിലുള്ള ദൂഷ്യ പ്രവർത്തനങ്ങളും ആ മനുഷ്യന്റെ കൈവശമുണ്ടായി. അയാൾ മദ്യപിക്കും, വൃത്തികേട് ചെയ്യും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, കുട്ടികളെ വഴിതെറ്റിക്കും, എല്ലാം വൃത്തികേട്. നമ്മുടെ ഈ പ്രദേശത്ത് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കുട്ടികളെ മോശത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ സമുദായത്തിലും അതുപോലെ തന്നെ അന്യ സമുദായത്തിലും വരെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. തെറ്റിന് ജാതിയൊന്നുമില്ല. മദ്യപാനി വന്നാൽ അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ദോഷമാണ്. ഇയാൾ വളരെ വലിയ ശല്യക്കാരൻ. ആളുകളെല്ലാവരും നേരെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, നബിയെ, ഈ മനുഷ്യനെ കൊണ്ട് വല്ലാത്ത ശല്യമായി, ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായി, ഇവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ മനുഷ്യൻ ഇവിടെ ജീവിച്ചാൽ തലമുറ നശിക്കും, അത്ര വൃത്തികേടാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്നവർ കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് സങ്കടം ബോധിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. താരീഖിന്റെ കിതാബിലുണ്ട്, ആ ജനങ്ങളോട് അല്ലാഹു സ്വാലിഹ് നബി തങ്ങൾക്ക് നൽകിയ ഉറപ്പ് അദ്ദേഹം കൊടുത്തു. ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, അവൻ നാളെയും കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ. അവന്റെ റൂഹ് പിടിക്കാൻ പടച്ച റബ്ബ് തീരുമാനിച്ചു. അവന്റെ കാര്യം പടച്ചവൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വിഷമിക്കണ്ട, ഈ ഭൂമുഖത്ത് അവൻ നാളെയും കൂടി മാത്രമേ ഉണ്ടാകൂ, നിങ്ങൾ പേടിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച വഹീ പ്രവാചകൻ നേരിട്ടങ്ങ് പറഞ്ഞു. ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷം. ജനങ്ങൾ സന്തോഷത്തോടുകൂടി അവന്റെ ശല്യം നീങ്ങിയല്ലോ. നേരിട്ട് അവനെ ഏറ്റുമുട്ടി നശിപ്പിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അത്രയും ശക്തനാണ് അവൻ, തെമ്മാടിയാണ് അവൻ, എന്തും ചെയ്യും അവൻ. അതുകൊണ്ട് തന്നെ ഒരു കലാപം ഉണ്ടാക്കാൻ നിൽക്കാതെ പ്രവാചകരോട് പരാതി പറയുന്ന മാന്യമായ സമീപനമാണ് അവർ സ്വീകരിച്ചത്. പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ് താരീഖിന്റെ കിതാബിലുള്ളത്. നേരം പുലർന്നു, ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്, ഇന്നും കൂടി ഇവന്റെ ശല്യം കഴിഞ്ഞല്ലോ. ഇവന്റെ തൊഴിലെന്താണ്? എല്ലാ ദിവസവും രാവിലെ അവന് കയറെടുത്ത് ഒരു മഴുവെടുത്ത് കാട്ടിലേക്ക് മല കയറി അവിടെ ചെന്ന് അവൻ വിറക് ശേഖരിച്ചത് കിട്ടി ഭദ്രമാക്കി വൈകുന്നേരമാകുമ്പോഴേക്കും അങ്ങാടി നിറങ്ങി വരും. ആ വിറക് വിൽക്കും. അരോഗദീർഘഗാത്രനാണ്. അത് വിൽക്കാനുള്ള കഴിവും കെട്ടിക്കൊണ്ടുവരാനുള്ള കഴിവും അവനുണ്ട്. മലയിലൂടെ അത് ഏറ്റിറക്കി കൊണ്ടുവന്ന് വിറ്റ് അതിന്റെ പണം കൊണ്ട് അവൻ എല്ലാ വൃത്തികേടും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ പിന്നെയും പോകും. ഇതാണ് അവന്റെ പൊതുപതിവ്. ഇതനുസരിച്ച് ജനം നോക്കി നിൽക്കെ അവനതാ കയറി പോകുന്നത് അവർ കണ്ടപ്പോൾ അവർ കൗതുകത്തോടെ നോക്കി നിന്നു. ചില ആളുകൾ അവസാനത്തെ നോട്ടമാണ്, ഇനി അവൻ തിരിച്ചു വരില്ല. ഒരു വിട പറയലിന്റെ നോട്ടത്തോടു കൂടി സന്തോഷത്തോടെ ശല്യം നീങ്ങിയല്ലോ എന്ന ആത്മാത്മാ നിർവൃതിയിൽ അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ അത് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് അവരെ അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് അസറിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വിറകിന്റെ കെട്ടുമായി പതിവ് പോലെ ഇറങ്ങി വരും. ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇന്നും അവൻ വിറകിന്റെ കെട്ടും കൊണ്ടുവന്ന് അങ്ങാടിൽ വിട്ട് തമ്മാടിത്തം ചെയ്യാൻ പോവുകയാണല്ലോ. ആളുകൾ ഇത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ചില ആളുകൾ ഒരുമിച്ച് കൂടുന്നു. വീണ്ടും അവരിൽ ചിലർ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കും. പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ഇന്ന് മരിച്ചു പോകുമെന്ന് അല്ലാഹു ഉറപ്പ് തന്നു എന്ന് ഞങ്ങൾ അറിയിച്ച മനുഷ്യനതായി ഇറങ്ങി വരുന്നു. പ്രവാചകർ ചോദിച്ചു, അങ്ങനെ ഉണ്ടായോ? അത് അവൻ തന്നെയാണോ? നിങ്ങൾ നോക്കിയോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആളുകൾ പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ കണ്ടു. നിങ്ങൾ അങ്ങനെ തന്നെയാണോ കണ്ടത്? അവർ ഉറപ്പിച്ചു പറഞ്ഞു. താരീഖിന്റെ ഗ്രന്ഥത്തിലുണ്ട്, ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. തീർത്തങ്ങ് പറഞ്ഞു, ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. അവന്റെ വിറകിന്റെ കൂട്ടം കൊണ്ട് സുരക്ഷിതനായി വന്നിട്ടുണ്ട്. ലഖദ് ജാഅ ബിഹതബിഹി സാലിമാ. അവൻ നേരെ വിറകിന്റെ കെട്ടുകൊണ്ട് വരികയാണ്. പ്രവാചകർക്ക് പോലും ഒരു അത്ഭുതം. അങ്ങനെ സംഭവിക്കാൻ ഭാഗ്യമില്ല. പരിശുദ്ധ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവരുമോ? അങ്ങാടിയിലേക്ക് വിറക് കെട്ടുമായി വിൽക്കാൻ പോകുന്ന മനുഷ്യനെ പോയി വിളിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നു. വിറകിന്റെ കെട്ടം ചുമന്നുകൊണ്ട് ജനമധ്യേ പ്രവാചകർക്ക് മുമ്പിലുള്ള പരാതിക്കാരായ ജനങ്ങളുടെ മുമ്പിൽ അവൻ വന്ന് നിന്നു. അപ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി തങ്ങൾക്ക് അവന്റെ കാര്യത്തിൽ മറ്റൊരു വഹി കൊടുത്തു കഴിഞ്ഞു.
എന്തുകൊണ്ട് അവൻ മരിച്ചില്ല എന്നതിന്റെ മറുപടി അല്ലാഹു കൊടുത്തു കഴിഞ്ഞിരുന്നു. ഉടനെ തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അവനോട് ചോദിച്ചു, അവന്റെ വിറകിന്റെ കെട്ട് താഴെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഇന്ന് നീ സാധാരണ ചെയ്യുന്ന പതിവ് പ്രവർത്തനത്തിൽ നിന്ന് ഭിന്നമായി എന്താണ് നീ ചെയ്തത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വിറക് ശേഖരിക്കാൻ വേണ്ടി മലയിലേക്ക് പോകും, വിറക് വെട്ടും, അത് ബന്ധിച്ച് കൊണ്ടുവന്ന് വിൽക്കും, പണമെടുക്കും, പ്രവർത്തിക്കും, മറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ഒന്നുകൂടി ചിന്തിച്ച് ഇന്ന് നീ സാധാരണ ചെയ്തതിനേക്കാൾ എന്തോ ഒന്ന് വേറെ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റം. അയാൾ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ചെയ്തിട്ടുണ്ട്. അയാളോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നീ ശരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ചെറിയ സംഗതി ഉണ്ട്. അത് അയാൾ അത്ര ഗൗരവമായി എടുത്തിട്ടുമില്ല. എന്താണ്? ഞാൻ എന്നും പ്രഭാതത്തിൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അഥവാ രാവിലെ ഞാൻ അധ്വാനിക്കാൻ വേണ്ടി പോകുമ്പോൾ 2 വലിയ റൊട്ടി ഉണ്ടാക്കി ആ വലിയ ഹുബ്സ് അത് മുഴുവനായി കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇന്ന് ഞാൻ ഒരു റൊട്ടി കഴിച്ചു. അത് കഴിച്ച് ഞാൻ രണ്ടാമത്തേത് എടുത്ത് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളോളം അന്നം കിട്ടാതെ വിശന്ന വയറുമായി, ഒട്ടിയ വയറുമായി എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ അയാളോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പട്ടിണിയുടെ കഥ പറഞ്ഞു. ഒന്ന് തിന്ന് വയറ് നിറഞ്ഞ് എനിക്ക് രണ്ടാമത്തെ തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിലും അയാൾ ഒന്ന് പോലും തിന്നിട്ടില്ലല്ലോ. ദിവസങ്ങളോളം പട്ടിണി കിടന്ന ആ മനുഷ്യന്റെ കയ്യിലേക്ക് ഞാനത് വെച്ചു കൊടുത്തു. ആർത്തിയോടെ അയാൾ നിൽക്കുന്നു. അരവയറുമായിട്ടാണ് ഇന്ന് ഞാൻ പോയത്. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, നീ ആ ഒരു റൊട്ടിയുടെ കഷ്ണം ധർമ്മം കൊടുത്തതിന്റെ പ്രതിഫലമാണ് നിന്റെ ജീവിതം. നീ ഈ ജനങ്ങളുടെ ശല്യമായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രകാരം പടച്ചിറപ്പ് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാണ്. അത് നീയും ഈ ജനങ്ങളും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. വിറകിന്റെ കെട്ടടി അയാൾ വിറകിന്റെ കെട്ടടിച്ചു. ചരിത്രഗ്രന്ഥത്തിൽ മനോഹരമായി രേഖപ്പെടുത്തുന്നു. ആ വിറകിന്റെ കെട്ടിലെ ഒരു വിറക് കൊള്ളിക്ക് മുകളിൽ നിന്ന് വളരെയധികം രൂക്ഷതയുള്ള ഒരു കരിമൂർക്കൻ പാമ്പ്, ഒരു കരിമൂർക്കൻ പാമ്പ് സ്പ്രിംഗ് പോലെ ഉയർന്നു വന്ന് ഇങ്ങനെ ആടിക്കളിച്ചു. ഇവനെ കൊല്ലാൻ വേണ്ടി പടച്ചിറപ്പ് അതിൽ കയറ്റിവെച്ച ഒരു ജീവിയാണത്. ആ ജീവിക്ക് പടച്ചിറപ്പ് നിർദ്ദേശം കൊടുത്തു, ഇവൻ ഇന്ന് രാവിലെ ഒരു വലിയ ദാനം ചെയ്തിട്ടുണ്ട്. ആ ദാനത്തിന്റെ പ്രതിഫലം അല്ലാഹു സ്വീകരിച്ചു, അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അല്പം കൂടി ആയുസ് കൊടുക്കണം അല്ലാഹു തീരുമാനിച്ചു. ഒരപ്പ കഷ്ടം ഒരു പാവപ്പെട്ടവന്റെ വയറ്റിലേക്ക് കൊടുത്തതിന്റെ പ്രതിഫലം അവന്റെ ജീവിതം അന്നേക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ ഓർക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസുണ്ട്, ലാ യൻഫഉൽ ഹദറു മിനൽ ഖദർ, ലാ യൻഫഉൽ ഹദറു മിനൽ ഖദർ. നിങ്ങളെ സൂക്ഷിച്ചാലും പടച്ചറപ്പിന്റെ വിധിയെ തടുക്കാൻ കഴിയില്ല.